ആന്റണി രാജുവിന്റെ കേസിന്റെ വിധി വന്നതോടുകൂടി രാഷ്ട്രീയ കേരളം ചില സമ്മർദ്ദങ്ങൾക്ക് കൂടി അടിമപ്പെടുന്ന നിലയിലായി. ഈ രീതിയിലുള്ള കേസുകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും ദൃശ്യമാധ്യമങ്ങളിൽ കയറിയിരുന്ന് വാതോരാതെ അഭിപ്രായം പറയുന്ന പലരും ഈ കേസിന്റെയോ ഇതുപോലുള്ള കേസുകളുടെയോ നാൾവഴികൾ പഠിക്കുകയോ കോടതി നടപടികൾ ശ്രദ്ധിക്കുകയും മൊഴികൾ വായിച്ചു നോക്കുകയും വിധിയെ അപഗ്രഥിക്കുക പോയിട്ട് ഒന്ന് കാണാൻ പോലും കൂട്ടാക്കുകയും ചെയ്യാത്തവരാണ്. ദിലീപ് കേസിന്റെ വിധിയുടെ തുടർച്ചയെന്നോണം വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി ഉൾപ്പെട്ട കേസ് ആയതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കുകയും ദിലീപ് കേസിന്റെ വിധി പറഞ്ഞ അത് പൊതുജന മധ്യത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിൽ എല്ലാവരും കൂടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്തത് കണ്ട ആന്റണി രാജു കേസിന്റെ ജഡ്ജി ഇങ്ങനെയൊരു വിധി സ്ഥാപിച്ചതിൽ അത്ഭുതമൊന്നും വിചാരിക്കാനില്ല. പല പുരോഗമന രാജ്യങ്ങളിലും ജഡ്ജിമാർ ദിനപത്രങ്ങൾ വായിക്കുകയോ മാധ്യമ വിചാരണകൾ കേൾക്കുകയോ ചെയ്യാറില്ല. ഇത് രണ്ടും ചെയ്താൽ പലപ്പോഴും സത്യസന്ധമായി കേസ് കേൾക്കുവാനോ വിധി പറയാനോ സാധിക്കില്ല. ആന്റണി രാജു എന്ന യുവ അഭിഭാഷകൻ സെലീൻ വിൽഫ്രഡ് എന്ന കോൺഗ്രസുകാരിയായ അഭിഭാഷകയുടെ ജൂനിയർ അഭിഭാഷകനായിരുന്നു. 1990കളിൽ ആന്റണി രാജുവിന് 25-26 വയസ്സിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ മുതിർന്ന അഭിഭാഷകയുടെ കൃത്യമായ നിർദ്ദേശമില്ലാതെ ജൂനിയർ അഭിഭാഷകനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദിലീപ് കേസിൽ വിധി പറഞ്ഞ ജഡ്ജി അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ കോടതി നടപടികൾ അറിയാവുന്നവർക്ക് വളരെയധികം മനോവിഷമം ഉണ്ടാക്കുന്നതാണ്. കോടതി അലക്ഷ്യ കേസ് എന്തുകൊണ്ട് കോടതി എടുക്കുന്നില്ല എന്നാണ് ചിന്തിക്കേണ്ടത്. ജനങ്ങൾ പറയുന്നത് പോലെ വിധി എഴുതണമെന്ന് പറഞ്ഞാൽ ജനാധിപത്യം തകർന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. ആന്റണി രാജു എന്ന ഇടതു മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന യുവാവ് സ്ഥാനാർത്ഥിയായി വരുമ്പോൾ തങ്ങളുടെ സ്ഥാനാർത്ഥി നിഷ്പ്രഭമാകുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസിലെ ചാണക്യന്മാരായ എം ഹസൻ, ഉമ്മൻചാണ്ടി, AK ആന്റണി തുടങ്ങിയവർ ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു കള്ളക്കേസ് ആണ് ഇതെന്ന് കോടതി നടപടികൾ നിരീക്ഷിച്ചിരുന്ന ഒരാൾ സൂചിപ്പിച്ച കാര്യവുമാണ്. നമ്മൾ കോടതിയെയും പ്രതിയെയും വിമർശിക്കുമ്പോൾ ആ വിഷയം കൃത്യമായി പഠിച്ച് വിമർശിക്കുവാനുള്ള ബാധ്യത നമ്മൾക്കുണ്ട്. ദിലീപിനെ വെറുതെ വിട്ട ജഡ്ജിക്കുണ്ടായ ദുരനുഭവം തനിക്കും തന്റെ കുടുംബക്കാർക്കും ഉണ്ടാവരുത് എന്ന ഉത്തമ വിശ്വാസത്തോടെയും ആഗ്രഹത്തോടെയും കൂടെ തയ്യാറാക്കിയ ഒരു വിധി മാത്രമാണ് ഈ വിധിയും. തന്റെ കോടതിയിൽ ശിക്ഷിച്ചാലും മേൽക്കോടതിയിൽ ചെല്ലുമ്പോൾ തെളിവുകളില്ലാത്തതിന്റെ പേരിൽ അവർ ഒഴിവാക്കി വിടുമ്പോൾ പഴി എന്റെ തലയിൽ വരില്ലല്ലോ എന്നാണ് പല കോടതികളും ചിന്തിക്കുന്നത്. പക്ഷേ വ്യവഹാരത്തിന് വേണ്ടി സമയവും പണവും ചെലവാക്കുന്ന നിരപരാധികളായ പ്രതിസ്ഥാനത്തെത്തപ്പെട്ടവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുള്ളൂ. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാണെന്ന് പറയുന്ന അതേ അവസ്ഥ. കേരളത്തിലെ 3,50,00,000 ജനങ്ങളെയും താൻ നിരപരാധിയാണ് എന്ന് ചെന്ന് കണ്ടു പറയാനുള്ള സാധ്യത പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾക്കുമില്ല. പ്രത്യേകിച്ച് ഇതുപോലെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നവർക്ക്. മനസ്സിലാക്കുന്നതനുസരിച്ച് യഥാർത്ഥ പ്രതി നേരിട്ട് വന്നാണ് കോടതിയിൽ നിന്ന് പ്രതിയുടെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടാത്ത സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയത്. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോയതിന്റെ കൂട്ടത്തിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടിരിക്കുന്ന അടിവസ്ത്രം കൂടി തെറ്റായി കൊടുത്തുവിട്ടു എന്ന് സെലിൻ വിൽഫ്രഡ് എന്ന അഭിഭാഷകയെ അറിയിക്കുന്നത് അന്നത്തെ കോടതി തന്നെയാണ്. കോടതി തെറ്റായി കൊടുത്തുവിട്ട തൊണ്ടി മുതൽ പ്രതിയുടെ സഹോദരൻ തന്നെയാണ് കോടതിയിൽ കൊണ്ടുപോയി ഹാജരാക്കിയിരിക്കുന്നത്. അഭിഭാഷകയുടെ ജൂനിയർ അഭിഭാഷകൻ എന്ന നിലയിൽ അതിന് തോഴിപ്പോയി എന്ന തെറ്റു മാത്രമേ ആന്റണി രാജു ചെയ്തിട്ടുള്ളൂ എന്നാണ് കോടതി നടപടികൾ കൃത്യമായി നിരീക്ഷിച്ചിട്ടുള്ള മറ്റൊരു അഭിഭാഷകൻ പങ്കുവച്ചത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കേസിൽ ആന്റണി രാജുവിനെ അപമാനിക്കുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയാതെ പോകുന്നത് ശരിയല്ല. ചിലർക്കെങ്കിലും ആന്റണി രാജുവിനെ അപമാനിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കാം. എന്നാൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും അങ്ങനെ ഒരു ആവശ്യമില്ല. ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കുക.